ഹലോ എവ്രി വൺ. ഇനി നമുക്ക് സോഹോ ക്ലിക്കിലെ കൊളാബറേഷൻ ടൂൾസ് ഒബ്സർവ് ചെയ്യാവുന്നതാണ്. ഡെയിലി വർക്ക് ഓർഗനൈസ് ചെയ്യാനും ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ മാനേജ് ചെയ്യാനും സോഹോ ക്ലിക്കിൽ ഡിഫറെൻറ്റ് കൊളാബറേഷൻ ടൂൾസ് അവൈലബിൾ ആണ്. ടീം മെമ്പേഴ്സുമായി കൊളാബറേറ്റ് ചെയ്യാനുള്ള ഫയൽസ്, കാലണ്ടർ, നോട്ട്സ് പോലുള്ള ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഈ ടൂൾസ് എങ്ങനെ ആക്സസ് ചെയ്യാം, എന്തൊക്കെ ഫീച്ചേഴ്സ് അവൈലബിൾ ആണോ എന്ന ബേസിക് വർക്ക് ഫ്ലോ എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. ആദ്യമായി തന്നെ നമുക്ക് ഫയൽസ് ഒബ്സർവ് ചെയ്യാവുന്നതാണ്. ഫയൽ സെക്ഷനിൽ നമുക്ക് ചാറ്റിൽ ഷെയർ ചെയ്ത ഫയൽസ് എല്ലാം ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡോക്യുമെന്റ്സ്, ഇമേജസ്, പ്രസന്റേഷൻസ് എന്നിവയെല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ചാറ്റ്സിൽ അറ്റാച്ച് ചെയ്ത് 2 ഇമേജസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഫയൽസ്, ഓഡിയോ ഫയൽസ് എല്ലാം ഉള്ളതാണ്. നമുക്ക് ഈ ഷെയർ ചെയ്ത ഫയൽസ് എല്ലാം സോർട്ട് ചെയ്ത് വ്യൂ ചെയ്യാവുന്നതാണ്. ഓൾ ഫയൽസ് കാണാം, അതുപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്ത ഫയൽസ് കാണാം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സെൻഡർ സെൻഡ് ചെയ്ത ഫയൽസ് ഒക്കെ കാണാവുന്നതാണ്. ഇത് കൂടാതെ തന്നെ നമ്മളുടെ മീറ്റിംഗ് റെക്കോർഡിംഗ്സും ഇവിടെ സ്റ്റോർ ആവുന്നതാണ്. സോ ബേസിക്കലി ഒരു സ്റ്റോറേജ് സ്പേസ് പോലെ നമുക്ക് ഫയൽസ് കാണാവുന്നതാണ്. ഫയൽസിലുള്ള ഡോക്യുമെന്റ്സ് നമുക്ക് മറ്റുള്ള യൂസേഴ്സുമായി ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ള യൂസേഴ്സിനും നമുക്ക് അവരുടെ ഡോക്യുമെന്റ്സ് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതായി കാലണ്ടർ യൂസ് ചെയ്ത് മീറ്റിംഗ്സും ഇവന്റ്സും സ്കെഡ്യൂൾ ചെയ്യാവുന്നതാണ്. അപ്കമിംഗ് മീറ്റിംഗ്സ് ആൻഡ് ഇവന്റ്സ് ഒക്കെ നമുക്ക് ഒരു പ്ലേസിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് കാലണ്ടറിൽ എങ്ങനെ ഒരു ഇവന്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് ഒബ്സർവ് ചെയ്യാവുന്നതാണ്. അതിനായി ക്രിയേറ്റ് ഇവന്റ് എന്ന ബട്ടൺ യൂസ് ചെയ്യാവുന്നതാണ്. ശേഷം നമ്മൾ മീറ്റിംഗ് ടൈപ്പ് സെലക്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് മീറ്റിംഗ് നെയിം ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മളുടെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് മീറ്റിംഗ് മോഡ് ചൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് റെക്കോർഡിംഗ് ഓപ്ഷൻ ഓൾസോ ഇവിടെ എനേബിൾ ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് പാർട്ടിസിപ്പൻസിനെ ആഡ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അജണ്ടയിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ അറ്റാച്ച്മെന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ അറ്റാച്ച്മെന്റ്സും ആഡ് ചെയ്യാവുന്നതാണ്. ദെൻ ക്രിയേറ്റ് ബട്ടൺ കൊടുക്കുമ്പോൾ നമ്മളുടെ ഇവന്റ് ക്രിയേറ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഇവന്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ കാലണ്ടർ യൂസ് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് നോട്ട്സ് ഒബ്സർവ് ചെയ്യാവുന്നതാണ്. നോട്ട്സ് യൂസ് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഐഡിയ സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം നോട്ട്സ് യൂസ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെ ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാവുന്നതാണ്. നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാനായി ഒത്തിരി അധികം ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആയിട്ട് നമുക്ക് കാണാം. നമുക്ക് ടെക്സ്റ്റ് ഫോമാറ്റിൽ സേവ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതാണ് വീഡിയോ റെക്കോർഡിംഗ് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് യൂസ് ചെയ്ത്. അതുപോലെ ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, പിന്നെ അറ്റാച്ച്മെന്റ്സ് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഡ്രോ ഓപ്ഷനും ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് റൈറ്റ് ഓപ്ഷൻ ഒബ്സർവ് ചെയ്യാവുന്നതാണ്. റൈറ്റ് ഓപ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ഫോമാറ്റിൽ നമ്മളുടെ നോട്ട്സ് സേവ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ടെക്സ്റ്റ് നോട്ട് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മളുടെ നോട്ട് ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നോട്ട് ഷെയറിംഗ് ഓപ്ഷൻസ് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള യൂസേഴ്സിന് അവരുടെ നോട്ട്സ് നമുക്ക് ഷെയർ ചെയ്ത് തരാനുള്ള ഓപ്ഷൻ ഉള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള യൂസേഴ്സിനെ നമ്മളുടെ നോട്ട്സിലോട്ട് ഇൻവൈറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ടാഗ്സ് യൂസ് ചെയ്ത് നോട്ട്സിനെ ഡിഫറെന്റ് കാറ്റഗറീസിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ, മീറ്റിംഗ് റിലേറ്റഡ് നോട്ട്സിന് മീറ്റിംഗ് എന്ന ടാഗ് കൊടുക്കാം. അതുപോലെ പ്രൊജക്ട് റിലേറ്റഡ് നോട്ട്സിന് പ്രൊജക്ട് എന്ന ടാഗും കൊടുക്കാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നോട്ട്സിൽ വരുന്നത്. സോ നമ്മൾ സോഹോ ക്ലിക്കിലെ മെയിൻ കൊളാബറേഷൻ ടൂൾസ് എല്ലാം ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്.